വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ ഫാമിലി ട്രിപ്പിന് പോവുകയാണ്. പ്ലേസൊക്കെ എവിടെയാണ് നമുക്ക് വലിയ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അവിടെ ചെന്നിട്ട് ഏതാണ് സ്ഥലമെന്നും അടുത്ത കുറച്ച് ഇൻഫർമേഷനും എല്ലാം നമുക്ക് വലിയ കാണാം. ഇപ്പോൾ ഗായ്സ് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. വളരെ സമാധാനം കേട്ടോ, ഭയങ്കര പീസ് ഇവിടെ. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴി ഇങ്ങനെ കാണിച്ചു തരാം. നമ്മളിവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് വീണ്ടും നമ്മൾ പേ ചെയ്യണം. എത്ര 500 300 ഓരോരോ റേറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ വെറുതെ ഇങ്ങനെ പ്ലേസ് കണ്ട് വൈബ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ടൈം 12:45 ആയിട്ടുണ്ട്. സോ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകും. അപ്പം ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗെയിംസൊക്കെ ഇവിടെ നേരെ ഇറങ്ങും. അപ്പോൾ അത്രയും. സോ അടുത്തൊരു ഇതിന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ. ഫുഡ് നമുക്ക് ബൊഫേ ആയിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇത്ര എടുത്തോളൂ. ഓരോരുത്തർക്കും അവരോട് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് എടുത്തു. അത് പോരായിട്ട് നമുക്ക് അവിടെ ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഐസ്ക്രീമും കേക്കും, പിന്നെ അതുപോലെ പായസം അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഞാനിലൊക്കെ വന്ന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാണ്. ഇവിടെ ഭയങ്കര കാറ്റാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കേൾക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര കാറ്റാണ് ഇവിടെ. ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രം. നമ്മൾ മീൻസ് ആക്ച്വലി ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഭയങ്കര കാറ്റാണ്. ഫുഡ് കഴിച്ച് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാണ്. ഇനിയൊരു 3-4 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പൂളിലോട്ടൊന്ന് ഇറങ്ങും. ഞാൻ മിക്കവാറും ഇറങ്ങില്ല. അവർക്ക് പൂൾ കോസ്റ്റ്യൂമൊക്കെ ഉണ്ട്, പൂൾ ഡ്രസ്സൊക്കെ വേണം. നമ്മളതൊന്നും എടുത്തിട്ടില്ല. സോ നമ്മൾ ഇറങ്ങില്ലെന്ന് അറിയത്തില്ല. ഞാൻ ഇറങ്ങില്ല മിക്കവാറും. പിന്നെ പൂളിലൊക്കെ കുറച്ച് കളിച്ചിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങും.
അപ്പോൾ ഞാൻ അവിടെ വീഡിയോ എടുത്തോണ്ട് അപ്പോൾ ചിത്തി വന്ന് എന്നോട് പറഞ്ഞു നമുക്കിവിടെ ഒരു റൂം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കോട്ടേജ് പോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഡെയിലി നമുക്കിങ്ങനെ ഡേ ആയിട്ട് ഓരോ ദിവസം വന്ന് പോകുന്നവരുമുണ്ട്, അല്ലാതെ അവിടെ സ്റ്റേ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേക്കൊന്നും വന്നതല്ല, ജസ്റ്റ് നമുക്ക് റെസ്റ്റൊക്കെ ചെയ്ത് കുറച്ചൊന്ന് ചില്ല് ചെയ്തിട്ട് പോകാൻ വന്നതാണ്. നമുക്കവർ റൂം തന്നു. ഇതാണ് അതിൻ്റെ പുറത്ത് ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത്. അത് തന്നെ. ഇപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോഴത്തെ ടൈം ഒരു 4:30-5 മണിയായി. ഭയങ്കര മഴ വറുത്തിരിക്കുകയാണ്, നല്ല കാറ്റുണ്ട്, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് പോവാണ്, ടീ ടൈമാണ്. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, കണ്ടില്ലേ, വെള്ളമൊക്കെ ഇതുവരെ എത്തി, നല്ലപോലെ കയറി. സോ ഇനി ചായ കുടിക്കാൻ പോകണം. അതിനുശേഷം പൂളിൽ നിന്നൊക്കെ ഇറങ്ങി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് നേരെ നമ്മുടെ ബാഗെല്ലാം എടുത്ത് നേരെ നമ്മൾ വീണ്ടും ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ നിന്നപ്പോഴത്തേക്കും നമുക്കുള്ള ബോട്ടെത്തി. അങ്ങനെ അപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു മഴയൊക്കെ പൊടിഞ്ഞിട്ട് അങ്ങനത്തെ ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഈ പൂവാറുള്ള ഐലൻഡ് റിസോർട്ടിനെ പറ്റിയൊരു റിവ്യൂ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നല്ല കാമായിട്ടുള്ളൊരു സ്ഥലം, നമ്മുടെ ഈ വേൾഡിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഒരു വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു പ്ലേസാണ് ഇവിടെ എന്ന് പറയുന്നത്. നമുക്ക് അത്രയും നമ്മുടെ മൈൻഡ് നമുക്ക് റിലാക്സ് ചെയ്ത് നല്ല ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബാണ് അവിടെ. നമ്മളിവിടെ കിട്ടുമ്പോലത്തെ ഒരു ഇതൊന്നുമല്ല, നമ്മൾ ആ കായലും പിന്നെ അതോടൊപ്പം തന്നെ ആ കടലിൻ്റെ ആ ഒരു ഇതും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളായിരുന്നു ലാസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഒട്ടുമിക്കവരൊക്കെ പോയി, 5 മണി കഴിഞ്ഞു. നമ്മൾ നേരെ കാറിൽ കയറി നേരെ ഇങ്ങ് വീട്ടിലേക്ക് പോകുന്നു, വേറെ അടുത്തും ഇറങ്ങിയില്ല. സോ അത്രയേ ഉള്ളൂ.